ഹായ്, നമസ്തേ. ഒരു യോഗിയുടെ ആത്മകഥ, അധ്യായം 12, തുടർച്ച. നിന്റെ അച്ഛൻ ഭഗവതിയുടെ പ്രവർത്തനങ്ങൾ എത്ര ചിട്ടയുള്ളതും എത്ര സന്തുലിതവുമാണെന്ന് കണ്ടുപഠിക്കുക. എൻ്റെ ഗുരുദേവൻ ചൂണ്ടിക്കാട്ടി. ശ്രീരാമപുരം ആശ്രമത്തിലെ എൻ്റെ ആദ്യ സന്ദർശനം കഴിഞ്ഞയുടനെ ലാഹിരി മഹാശയന്റെ ഈ 2 ശിഷ്യന്മാരും കണ്ടുമുട്ടിയിരുന്നു. അച്ഛനും ഗുരുദേവനും പരസ്പരം വലിയ മതിപ്പായിരുന്നു. കാലത്തിന് അലിയിക്കാനാവാത്ത ആത്മീയതയുടെ ശിലാശക്തമായ അടിത്തറയിൽ അവർ 2 പേരും സ്വച്ഛസുന്ദരമായ ഒരു ആന്തരിക ജീവിതം കെട്ടിപ്പടുത്തിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ ഒരു താൽക്കാലിക അധ്യാപകനിൽ നിന്ന് ഏതാനും തെറ്റായ പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിരുന്നു. ലൗകിക കർത്തവ്യ പാലനത്തിന് ഒരു ശിഷ്യൻ കഠിനയത്നം ചെയ്യേണ്ടതില്ല എന്ന് എന്നെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നു. എൻ്റെ കർത്തവ്യങ്ങൾ ഗൗനിക്കാതിരിക്കുകയോ അശ്രദ്ധമായി ചെയ്യുകയോ ചെയ്യുമ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഇത്തരത്തിലുള്ള ബോധനം ഉൾക്കൊള്ളാൻ മനുഷ്യ സ്വഭാവത്തിന് വളരെ എളുപ്പമാണ്. എന്നാൽ ഗുരുദേവന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷണത്തിൽ ഞാൻ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഈ സുഖകരമായ മിഥ്യാസങ്കല്പങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോചിതനായി. ഈ ലോകത്തിനു യോജിക്കാത്ത വണ്ണം നന്മ നിറഞ്ഞ ആളുകൾ മറ്റേതോ ലോകത്തെയാണ് അലങ്കരിക്കുന്നത്. ശ്രീ യുക്തേശ്വരൻ ഒരു ദിവസം അഭിപ്രായപ്പെട്ടു. ഈ ലോകത്തിന്റെ സ്വതന്ത്രമായ വായു ശ്വസിക്കുന്നിടത്തോളം കാലം ഒരാൾ നന്ദിപൂർവമായ സേവനം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണ്. സമാധിയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരാൾക്കു മാത്രമേ പ്രപഞ്ചത്തിന്റെ ഇളവില്ലാത്ത കർത്തവ്യങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാൻ കഴിയൂ. അദ്ദേഹം അർത്ഥം വച്ചു പറഞ്ഞു. ആത്യന്തികമായ ഈ പരിപൂർണതയിൽ നീ എത്തുമ്പോൾ അത് നിന്നെ അറിയിക്കുവാൻ ഞാൻ മറക്കുകയില്ല. എൻ്റെ ഗുരുദേവനെ സ്നേഹം കൊണ്ട് പോലും വശത്താക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നെപ്പോലെ സ്വമനസാലെ ശിഷ്യനായി തീർന്ന ഒരാളോടും അദ്ദേഹം ദാക്ഷിണ്യം കാട്ടിയിരുന്നില്ല. ശിഷ്യരോ അപരിചിതരോ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നാലും അഥവാ ഗുരുദേവനും ഞാനും തനിച്ചിരുന്നാലും അദ്ദേഹം എപ്പോഴും തുറന്നു സംസാരിക്കുകയും എന്നെ കഠിനമായി ശാസിക്കുകയും ചെയ്തു. ചില്ലറ തെറ്റുകൾക്കോ നിസ്സാരമായ അശ്രദ്ധയ്ക്കോ ഞാൻ അദ്ദേഹത്തിന്റെ ശകാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അഹന്തയെ തച്ചുടയ്ക്കുന്ന ഈ പ്രയോഗം താങ്ങാൻ വളരെ പ്രയാസമായിരുന്നെങ്കിലും എൻ്റെ സ്വഭാവത്തിന്റെ മനഃശാസ്ത്രപരമായ വൈകൃതങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ ശ്രീ യുക്തേശ്വരനെ അനുവദിക്കണമെന്നതായിരുന്നു എൻ്റെ ദൃഢനിശ്ചയം. ഈ ഭീമമായ പരിവർത്തനത്തിനു വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൊട്ടുവടിയുടെ പ്രശിക്ഷണക്കാരിയായ കനത്ത പ്രഹരത്തിനു കീഴിൽ ഞാൻ പലപ്പോഴും ആടിപ്പോയിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഗുരുദേവൻ എന്നോട് തറപ്പിച്ചു പറഞ്ഞു. നിന്റെ ഉന്നതിയല്ലാതെ എനിക്ക് നിന്നിൽ നിന്ന് ഒന്നും ആവശ്യമില്ല. പ്രയോജനമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിന്നാൽ മതി. എൻ്റെ ദുരഭിമാനത്തെ അദ്ദേഹം ഏൽപ്പിച്ച നാണം കെടുത്തുന്ന പ്രഹരങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തോട് അളവറ്റ നന്ദിയുള്ളവനാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ എൻ്റെ വായിലെ കേടുവന്ന പല്ലുകൾ ഓരോന്നും കണ്ടുപിടിച്ച് പറിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹമെന്ന് പലപ്പോഴും എനിക്ക് തോന്നി. അഹന്തയുടെ കാതലായ ഭാഗത്തെ തച്ചുടച്ചു പുറത്തു കളയാൻ നിഷ്ഠൂരത കൊണ്ട് മാത്രമേ സാധിക്കൂ. ഒടുവിൽ അഹന്തയുടെ തിരോധാനത്തിൽ ദൈവിക ഭാവം സ്വച്ഛന്തമായ ഒരു വഴി കണ്ടെത്തുന്നു. സ്വാർത്ഥതയുടെ ശിലാഹൃദയങ്ങളിൽ കടന്നെത്താൻ അത് വിഫലമായി ശ്രമിക്കുന്നു. ശ്രീ യുക്തേശ്വരന്റെ അന്തർജ്ഞാനം സൂക്ഷ്മഗ്രാഹിയായിരുന്നു. അദ്ദേഹത്തോട് ഒരാൾ എന്തു പറയുന്നുവെന്നതു ഗൗനിക്കാതെ അദ്ദേഹം അയാളുടെ വെളിപ്പെടുത്താത്ത ചിന്തകൾക്ക് ഉത്തരം നൽകിയിരുന്നു. ഒരാൾ ഉപയോഗിക്കുന്ന വാക്കുകളും അവയ്ക്കു പിന്നിലെ യഥാർത്ഥ ചിന്തകളും ധ്രുവങ്ങളുടെ അകലത്തിലാവാം. മനുഷ്യരുടെ അമിതവാചാലതയുടെ വ്യാമിശ്രത്തിന്റെ പിന്നിലെ ചിന്തകളെ പ്രശാന്തതയാൽ അനുഭവിച്ചറിയുവാൻ ശ്രമിക്കൂ. ദൈവികമായ അന്തർജ്ഞാനത്തിന്റെ വെളിപാടുകൾ ലൗകിക കർണങ്ങൾക്ക് പലപ്പോഴും വേദനാജനകമാണ്. ഗുരുദേവൻ ഉപരിപ്ലവ ബുദ്ധികളായ വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരനായിരുന്നില്ല. എണ്ണത്തിൽ എപ്പോഴും കുറവായിരുന്ന ബുദ്ധിമതികൾ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്ര
തുറന്നടിച്ചവയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നവയുമല്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർ തേടിയെത്തുന്ന ഗുരു ശ്രീ യുക്തേശ്വരൻ ആയിരുന്നേനെ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. എൻ്റെ അടുത്ത് പരിശീലനത്തിനെത്തുന്നവരോട് ഞാൻ നിർദാക്ഷിണ്യനാണ്. അദ്ദേഹം എന്നോട് ഏറ്റുപറഞ്ഞു. അതാണ് എൻ്റെ രീതി. വേണമെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ തള്ളാം. ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്കില്ല. പക്ഷേ നീ നിന്റെ ശിഷ്യരോട് കൂടുതൽ ദയാലുവായിരിക്കും. അതാണ് നിന്റെ രീതി. ദാക്ഷിണ്യമില്ലായ്മയുടെ തീയിൽ മാത്രമേ ഞാൻ ശുദ്ധീകരണത്തിന് ശ്രമിക്കുകയുള്ളൂ. സാധാരണ സഹനശക്തിക്ക് താങ്ങാനാവാത്തവണ്ണം പൊള്ളുന്നതാണ് അത്. സ്നേഹത്തിന്റെ സൗമ്യമായ രീതിയും പരിവർത്തനാത്മകമാണ്. വിട്ടുവീഴ്ചയില്ലായ്മയുടെയും അയവിൻ്റെതുമായ രണ്ടു മാർഗങ്ങളും ബുദ്ധിപൂർവം പ്രയോഗിച്ചാൽ ഒരു പക്ഷേ ഫലപ്രദമാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീ വിദേശ രാജ്യങ്ങളിൽ പോകും. അഹന്തയുടെ മേലുള്ള തുറന്ന ആക്രമണങ്ങൾ അവിടെ ആളുകൾക്കു രസിക്കുകയില്ല. എല്ലാം ഉൾക്കൊള്ളാനുള്ള ക്ഷമയും സഹനശക്തിയും ധാരാളമായി ഇല്ലാത്ത ഒരു ഗുരുവിന് ഭാരതത്തിന്റെ സന്ദേശം പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ കഴിയുകയില്ല. ഗുരുദേവന്റെ വാക്കുകൾ അമേരിക്കയിൽ വെച്ച് എത്ര തവണ ഓർമ്മിക്കാനിടയായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഗുരുദേവന്റെ നിഷ്കപടമായ സംഭാഷണം അദ്ദേഹത്തിന്റെ ആയുഷ്കാലത്ത് വലിയ അനുയായി വൃന്ദത്തെ സൃഷ്ടിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച എന്നും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലൂടെ അദ്ദേഹത്തിന്റെ ആത്മചൈതന്യം ഇന്നും ലോകത്ത് ജീവത്തായി നിൽക്കുന്നു. മഹാനായ അലക്സാണ്ടറെ പോലുള്ള യോദ്ധാക്കൾ മണ്ണിന്റെ മേൽ സർവാധിപത്യം തേടുന്നു. ശ്രീ യുക്തേശ്വരനെ പോലുള്ള ആചാര്യന്മാർ കുറെ കൂടി വിശാലമായ ഒരു സാമ്രാജ്യം പിടിച്ചടക്കുന്നു മനുഷ്യരുടെ ആത്മാവിൽ. തന്റെ ശിഷ്യരുടെ ലഘുവും നിസാരവുമായ പോരായ്മകൾ പോലും ശക്തമായ അപകടശങ്കയുടെ ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടുക എന്നതായിരുന്നു ഗുരുദേവന്റെ പതിവ്. ഒരിക്കൽ എൻ്റെ അച്ഛൻ ശ്രീ യുക്തേശ്വരനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായി ശ്രീരാമപുരം സന്ദർശിച്ചു. എന്നെ പുകഴ്ത്തുന്ന ഏതാനും വാക്കുകൾ കേൾക്കാമെന്ന് എൻ്റെ അച്ഛൻ സ്വാഭാവികമായും പ്രതീക്ഷിച്ചു. എൻ്റെ പോരായ്മകളുടെ ഒരു നീണ്ട പട്ടിക കേട്ട് അദ്ദേഹം നടുങ്ങി. അദ്ദേഹം എന്നെ കാണാൻ ഓടിയെത്തി. നിന്റെ ഗുരുവിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിചാരിച്ചു നീ ആകെ തകർന്ന ഒരുവനായി കാണുമെന്ന്. എൻ്റെ അച്ഛൻ ചിരിക്കണോ കരയണോ എന്നറിയാതെ വിഷമിച്ചു. ശ്രീ യുക്തേശ്വരന്റെ ലഘുവായ സൂചന കൂട്ടാക്കാതെ ഞാൻ ഒരുവനെ ആത്മീയ പാതയിലേക്ക് മാനസാന്തരം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നതു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ ഇഷ്ടക്കേടിനു കാരണം. രോഷത്തോടെ വേഗം ഞാൻ എൻ്റെ ഗുരുവിനെ തേടിപ്പിടിച്ചു. അദ്ദേഹം എന്നെ സ്വീകരിച്ചത് കുറ്റബോധത്തോടെ എന്ന മട്ടിൽ താഴേക്ക് നോക്കിയാണ്. അങ്ങനെ ഒരിക്കൽ മാത്രമാണ് ആ ദിവ്യസിംഹം എൻ്റെ മുമ്പിൽ നിസ്സഹായനായി കാണപ്പെട്ടത്. അപൂർവമായ ആ നിമിഷം ഞാൻ പൂർണ്ണമായും ആസ്വദിച്ചു. പ്രഭോ, എൻ്റെ അന്താളിച്ചു പോയ അച്ഛൻ്റെ മുമ്പിൽ എന്നെ എന്താണ് ഇത്ര കനിവില്ലാതെ അങ്ങ് വിലയിരുത്തിയത്? അത് ന്യായമായിരുന്നോ? ഇനി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. ശ്രീ യുക്തേശ്വരന്റെ സ്വരം ക്ഷമാപണത്തിൻ്റെതായിരുന്നു. തൽക്ഷണം ഞാൻ നിരായുധനായി. ആ വലിയ മനുഷ്യൻ എത്ര പെട്ടെന്ന് ഒരു തെറ്റ് അംഗീകരിച്ചു. പിന്നീട് ഒരിക്കലും അദ്ദേഹം അച്ഛന്റെ മനസ്സമാധാനം കെടുത്തിയിട്ടില്ലെങ്കിലും യുക്തമെന്ന് തോന്നിയാൽ എപ്പോഴായാലും എവിടെ വെച്ചായാലും ശരി ഗുരുദേവൻ എന്നെ നിശിതമായ വിമർശനത്തിന് പാത്രമാക്കുമായിരുന്നു. ഗുരുവിനെ പോലെ ബുദ്ധിമാന്മാരും വിവേകത്തിന്റെ കുറ്റമറ്റ മാതൃകകളുമായി ചമഞ്ഞ് പുതിയ ശിഷ്യന്മാർ മറ്റുള്ളവരെ കൂലങ്കുഷമായി വിമർശിക്കുന്നതിൽ ശ്രീ യുക്തേശ്വരനോടൊപ്പം കൂടും. എന്നാൽ ആക്രമിക്കാൻ മുതിരുന്നയാൾക്ക് ചെറുക്കാൻ ശേഷിയില്ലാതെ വരരുതല്ലോ. തന്റെ വിശകലനത്തിന്റെ ആവനാഴിയിലെ ഏതാനും ശരങ്ങൾ കുറ്റം പറഞ്ഞിരുന്ന ഈ വിദ്യാർത്ഥികളുടെ നേർക്ക് ഗുരുദേവൻ പരസ്യമായി തൊടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അവർ തിടുക്കത്തിൽ ഓടിപ്പോവുകയായി. കുറ്റപ്പെടുത്തലിന്റെ സൗമ്യ സ്പർശനത്തിനു പോലും എതിരെ ലഘുവായ ആന്തരിക ബലഹീനതകൾ കടുത്ത എതിർപ്പ് കാട്ടുന്നു. ഇവ ഏറ്റവും മൃദുവായി തൊടാൻ ഭാവിക്കുമ്പോൾ പോലും ഭയന്നും അറച്ചും ഒരാൾ പിൻവലിക്കുന്ന
രോഗം ബാധിച്ച ശരീരഭാഗങ്ങളെ പോലെയാണ്. ഓടിപ്പോകുന്നവരെ പറ്റി ശ്രീ യുക്തേശ്വരന്റെ നർമ്മരൂപേണയുള്ള അഭിപ്രായമായിരുന്നു ഇത്. പല ശിഷ്യന്മാർക്കും ഗുരുവിനെ പറ്റിയുള്ള ചില മുൻകൂർ ധാരണകൾ കാണും. അവ വച്ചാണ് അവർ അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും വിലയിരുത്തുക. അങ്ങനെയുള്ളവർ ശ്രീ യുക്തേശ്വരനെ തങ്ങൾക്ക് മനസ്സിലായില്ല എന്നു പരാതിപ്പെട്ടു. നിങ്ങൾ ഈശ്വരനെയും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരിക്കൽ തിരിച്ചടിച്ചു. ഒരു ദിവ്യനെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ കഴിഞ്ഞാൽ നിങ്ങളും ഒരു ദിവ്യനായിരിക്കും. പരകോടി നിഗൂഢതകൾ ഈ അനിർവചനീയമായ വായു അനുനിമിഷം ശ്വസിക്കുന്നു. അവയിൽ ഒരു ഗുരുവിന്റെ അമേയമായ സ്വഭാവം ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടാൻ ഒരുവൻ ഒരുമ്പെടുമോ? വിദ്യാർത്ഥികൾ വന്നു. പൊതുവെ പറഞ്ഞാൽ പലരും തിരിച്ചും പോയി. പെട്ടെന്നുള്ള അനുകമ്പയുടെയും സ്വന്തം കഴിവുകളുടെ സുഖകരമായ അംഗീകാരത്തിന്റെയും എളുപ്പമാർഗം കൊതിച്ചവർ ആശ്രമത്തിൽ അത് കണ്ടെത്തിയില്ല. ഗുരുദേവൻ ശിഷ്യന്മാർക്ക് എത്ര നാൾ വേണമെങ്കിലും പാർപ്പിടവും മാർഗദർശനവും നൽകി. പക്ഷേ പരിതാപകരമായി പല വിദ്യാർത്ഥികളും അഹന്തയുടെ ലേപനവും കൂടി ആവശ്യപ്പെട്ടു. ജീവിതത്തിലെ എണ്ണമറ്റ അപമാനങ്ങൾ എളിമയേക്കാൾ കൂടുതൽ സ്വീകാര്യമാക്കിക്കൊണ്ട് അവർ പിരിഞ്ഞുപോയി. ശ്രീ യുക്തേശ്വരന്റെ തുറന്ന ആഴത്തിലിറങ്ങുന്ന ജ്ഞാനമെന്ന സൂര്യപ്രകാശത്തിന്റെ ഉജ്ജ്വല രശ്മികൾ അവരുടെ ആത്മീയ വ്യാധിക്ക് താങ്ങാനാവാത്തവണ്ണം ശക്തമായിരുന്നു. ഏതോ ചില എളിയ ഗുരുക്കന്മാരെ അവർ തേടിപ്പിടിച്ചു. അവർ ശിഷ്യർക്ക് മധുരവചനങ്ങളുടെ തണലിൽ അജ്ഞാനത്തിന്റെ അസ്വസ്ഥ നിദ്ര അനുവദിച്ചു കൊടുത്തു. ഗുരുദേവനോടൊത്തുള്ള എൻ്റെ ആദ്യ മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ ശകാരത്തെപ്പറ്റി തീക്ഷ്ണമായ ഒരു ഭയം എനിക്ക് അനുഭവപ്പെട്ടു. തങ്ങളെ അച്ചടക്ക വിധേയരാക്കണമെന്ന് എന്നെപ്പോലെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടവരിൽ മാത്രമേ അദ്ദേഹം തന്റെ വാക്കുകൾ കൊണ്ടുള്ള ശസ്ത്രക്രിയ ചെയ്തിരുന്നുള്ളൂ എന്ന് ഞാൻ താമസിയാതെ കണ്ടു. വേദന കൊണ്ട് പിടയുന്ന ഏതെങ്കിലും ഒരു ശിഷ്യൻ പ്രതിഷേധിച്ചാൽ ശ്രീ യുക്തേശ്വരൻ നീരസം കാട്ടാതെ മൗനം ദീക്ഷിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കലും ക്രോധം നിറഞ്ഞതായിരുന്നില്ല. മറിച്ച് ജ്ഞാനം കൊണ്ട് വസ്തുനിഷ്ഠവും നിർവ്യക്തികവുമായിരുന്നു. ഗുരുദേവന്റെ ഭത്സനങ്ങൾ വല്ലപ്പോഴും വരുന്ന സന്ദർശകരുടെ നേരെ ആയിരുന്നില്ല. അവരുടെ കുറ്റങ്ങൾ സുവ്യക്തമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല. പക്ഷേ തന്റെ ഉപദേശം തേടിയിരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ശ്രീ യുക്തേശ്വരന് ഗൗരവമായ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടായിരുന്നു. അഹന്തയിൽ മുഴുകിയ മനുഷ്യരാശി എന്ന പരുക്കൻ ഐരിനെ സംസ്കരിച്ചെടുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഗുരു തീർച്ചയായും ധീരനാണ്. ഒരു പുണ്യാത്മാവിന്റെ ധൈര്യം വേരൂന്നിയിരിക്കുന്നത് കാലുതെറ്റി വീഴുന്ന കണ്ണു കാണാത്ത മായാമോഹിതരായ ആളുകളോടുള്ള ദയാവായ്പിലാണ്. ആന്തരികമായ രോഷം വെടിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ശിക്ഷയിൽ പ്രകടമായ കുറവ് ഞാൻ കണ്ടു. വളരെയൊന്നും പ്രകടമല്ലാത്ത രീതിയിൽ ദാക്ഷിണ്യത്തിന്റെ താരതമ്യേനയുള്ള ആർദ്രമായ ഭാവം ഗുരുദേവൻ കൈക്കൊണ്ടു. മനുഷ്യന്റെ വ്യക്തിത്വം സ്വയരക്ഷ തേടി സാധാരണ ഒളിക്കുന്ന നീതീകരണത്തിന്റെയും ബോധപൂർവമല്ലാത്ത കരുതൽ സംവിധാനത്തിന്റെയും എല്ലാ മതിലുകളും ഞാൻ ക്രമേണ തച്ചുടച്ചു. അതിന്റെ പ്രതിഫലം ഗുരുദേവനുമായുള്ള സുഗമമായ ഒരു പൊരുത്തപ്പെടൽ ആയിരുന്നു. അദ്ദേഹം എന്നെ വിശ്വസിക്കുകയും എന്നോട് പരിഗണന കാട്ടുകയും എന്നെ നിശബ്ദമായി സ്നേഹിക്കുകയും ചെയ്യുന്നതായി അപ്പോൾ ഞാൻ കണ്ടെത്തി. എങ്കിലും ബാഹ്യമായി വികാരം പ്രകടിപ്പിക്കാത്ത അദ്ദേഹം സ്നേഹത്തിന്റെ ഒരു വാക്കുപോലും എന്നിൽ ചൊരിഞ്ഞില്ല. എന്റെ സ്വഭാവം പ്രധാനമായും ഭക്തിപരമാണ്. ജ്ഞാനപരിപൂരിതനെങ്കിലും ഭക്തിരസം പുറമേ കാട്ടാത്ത ഗുരുദേവൻ ഒരു തണുപ്പൻ ആത്മീയ ഗണിതത്തിൽ കൂടി ആത്മാവിഷ്കാരം ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ആദ്യം അസ്വസ്ഥത തോന്നി. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവത്തോട് ഞാൻ ഇണങ്ങിച്ചേർന്നപ്പോൾ ഈശ്വരനോടുള്ള എൻ്റെ ഭക്തിപരമായ സമീപനത്തിന് പുരോഗതിയില്ലാതെ യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് ഞാൻ കണ്ടു. ശിഷ്യരുടെ മൗലികമായ പ്രവണതയ്ക്കനുസരിച്ച് അവർക്ക് മാർഗദർശനം നൽകാൻ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു ഗുരുവിന് പൂർണ്ണമായും കഴിയും. ശ്രീ യുക്തേശ്വരനുമായുള്ള എൻ്റെ ബന്ധം വാക്കുകളിൽ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നില്ല. എങ്കിലും അതിന് ഗുപ്തമായ ഒരു വാചാലത ഉണ്ടായിരുന്നു. ഭാഷണം നിഷ്പ്രയോജനമാക്കുന്ന വിധത്തിൽ എൻ്റെ ചിന്തകളിന്മേൽ അദ്ദേഹത്തിന്റെ നിശബ്ദമായ കയ്യൊപ്പ് ഞാൻ പലപ്പോഴും കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് മൗനമായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഔദാര്യം എൻ്റെ
ജീവസത്തയുടെ മേൽ ശാന്തമായി വഴിഞ്ഞൊഴുകുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. കോളേജിൽ എൻ്റെ ആദ്യവർഷ മധ്യവേനൽ അവധിക്കാലത്ത് ഗുരുദേവന്റെ നിഷ്പക്ഷമായ നീതിബോധം ശ്രദ്ധേയമായി പ്രകടിതമായി. ശ്രീരാമപുരത്ത് ഗുരുദേവനോടൊത്ത് തുടർച്ചയായി ഏതാനും മാസങ്ങൾ ചെലവിടാൻ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. നീ ആശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളൂ. എൻ്റെ ആഹ്ലാദഭരിതമായ വരവിൽ ശ്രീ യുക്തേശ്വരൻ സന്തുഷ്ടനായിരുന്നു. സന്ദർശകരെ സ്വീകരിക്കലും മറ്റു ശിഷ്യന്മാരുടെ ജോലിയുടെ മേൽനോട്ടവുമായിരിക്കും നിന്റെ കർത്തവ്യങ്ങൾ. 2 ആഴ്ചയ്ക്കു ശേഷം കിഴക്കൻ ബംഗാളിൽ നിന്ന് കുമാർ എന്നൊരു ഗ്രാമീണ യുവാവിനെ ആശ്രമ പരിശീലനത്തിന് സ്വീകരിച്ചു. എടുത്തു പറയത്തക്ക വിധം ബുദ്ധിമാനായ അവൻ ഗുരുദേവന്റെ സ്നേഹം പെട്ടെന്ന് പിടിച്ചുപറ്റി. ഏതോ നിഗൂഢ കാരണത്താൽ ശ്രീ യുക്തേശ്വരൻ പുതിയ അന്തേവാസിയോട് വിമർശനാത്മകമല്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചു. മുകുന്ദ, കുമാർ നിന്റെ ജോലികൾ ഏറ്റെടുക്കട്ടെ. നിന്റെ സമയം തൂത്തുവാരാനും ആഹാരം പാകം ചെയ്യാനും ഉപയോഗിക്കൂ. പുതിയ പയ്യൻ ഞങ്ങളോടൊപ്പം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഗുരുദേവൻ ഈ നിർദ്ദേശങ്ങൾ തന്നത്. നേതൃത്വത്തിലേക്ക് കയറ്റം കിട്ടിയപ്പോൾ കുമാർ ആശ്രമത്തിൽ ചെറിയ ഒരു സ്വേച്ഛാധിപത്യം തന്നെ നടപ്പിലാക്കി. നിശബ്ദമായ എതിർപ്പിൽ മറ്റു ശിഷ്യർ നിത്യേനയുള്ള നിർദ്ദേശങ്ങൾക്ക് എന്നെ തേടിയെത്തുന്നത് തുടർന്നു. ഇങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ കുമാറും ഗുരുദേവനുമായുള്ള ഒരു സംഭാഷണം ഞാൻ കേൾക്കാനിടയായി. മുകുന്ദനെ കൊണ്ട് വയ്യ, അവൻ പറഞ്ഞു. അങ്ങ് എന്നെയാണ് പ്രധാനിയാക്കിയത്. എങ്കിലും മറ്റുള്ളവർ അവന്റെ അടുത്തു പോകുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ അടുക്കളയിലേക്കും നിന്നെ പൂമുഖത്തേക്കും നിയോഗിച്ചത്. ഒരു നല്ല നേതാവിന് സേവന സന്നദ്ധതയാണ്, അല്ലാതെ അതീശമോഹമല്ല വേണ്ടതെന്ന് നീ തിരിച്ചറിയട്ടെ എന്നു കരുതി. ശ്രീ യുക്തേശ്വരന്റെ നിശിതമായ സ്വരം കുമാറിന് പുതുമയായിരുന്നു. നീ മുകുന്ദന്റെ സ്ഥാനം ആഗ്രഹിച്ചു, എന്നാൽ അത് കഴിവുകൊണ്ട് നിലനിർത്താൻ നിനക്ക് കഴിഞ്ഞുമില്ല. ഇനി പാചകക്കാരന്റെ സഹായി എന്ന പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ഗർവം കെടുത്തുന്ന ഈ സംഭവത്തിനു ശേഷം ഗുരുദേവൻ കുമാറിനോട് അദ്ദേഹത്തിനു പതിവില്ലാത്ത വാത്സല്യഭാവം വീണ്ടും കാട്ടിത്തുടങ്ങി. ആകർഷണത്തിന്റെ ദുരൂഹത ആർക്കു മനസ്സിലാക്കാൻ കഴിയും? കുമാറിൽ ഒരു വശ്യമായ നീരുറവ ഗുരുദേവൻ കണ്ടെത്തി. മറ്റു സഹശിഷ്യരിൽ ഏതായാലും അത് പൊട്ടിയൊഴുകിയില്ല. പുതിയ ഈ കുട്ടി വ്യക്തമായും ശ്രീ യുക്തേശ്വരന്റെ കണ്ണിലുണ്ണിയായിരുന്നു. എങ്കിലും എനിക്ക് വ്യാകുലത ഒന്നും തോന്നിയില്ല. വ്യക്തി സവിശേഷതകൾ ആചാര്യന്മാരുടേതായാൽ പോലും ജീവിതത്തിന്റെ രൂപശില്പത്തിന് സമൃദ്ധമായ ഒരു സങ്കീർണത നൽകുന്നു. ഒരു പ്രത്യേക വിശദാംശമല്ല എന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുക. ബാഹ്യമായ പ്രശംസയേക്കാൾ ഉപരിയായ നന്മയായിരുന്നു ഞാൻ ശ്രീ യുക്തേശ്വരനിൽ നിന്ന് തേടിയിരുന്നത്. ഒരു ദിവസം കുമാർ കാരണം കൂടാതെ എന്നോട് കുത്തുവാക്കുകൾ പറഞ്ഞു. എനിക്ക് അത്യധികം വേദനയുണ്ടായി. നിന്റെ അഹങ്കാരം കുറെ കൂടിപ്പോകുന്നു. അതിന്റെ പൊരുൾ അന്തരാത്മാവിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു മുന്നറിയിപ്പ് കൂട്ടിച്ചേർത്തു. നിന്റെ രീതികൾ തിരുത്തിയില്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ നിന്നോട് ആശ്രമം വിട്ടുപോകാൻ ആവശ്യപ്പെടാനിടയായേക്കും. അപ്പോൾ ആ മുറിയിലേക്ക് കടന്നു വന്ന ഗുരുദേവനോട് കുമാർ എന്റെ വാക്കുകൾ പരിഹാസച്ചിരിയോടെ ആവർത്തിച്ചു. ശകാരം ലഭിക്കുമെന്ന് തീർച്ചയാക്കിക്കൊണ്ട് ഞാൻ മുറിയുടെ ഒരു കോണിലേക്ക് എളിമയോടെ ഒതുങ്ങിക്കൂടി. ഒരു പക്ഷേ മുകുന്ദൻ പറയുന്നത് ശരിയായിരിക്കും. ഗുരുദേവന്റെ ഉത്തരം അസാധാരണമാം വിധം സ്നേഹശൂന്യമായിരുന്നു. 1 കൊല്ലത്തിനു ശേഷം കുമാർ തന്റെ ബാല്യകാലത്തെ വീട്ടിലേക്ക് ഒരു സന്ദർശനത്തിന് ഇറങ്ങിത്തിരിച്ചു. തന്റെ ശിഷ്യന്മാരുടെ ചലനങ്ങളെ അധികാരത്തിന്റെ പേരിൽ നിയന്ത്രിക്കാറില്ലാത്ത ശ്രീ യുക്തേശ്വരന്റെ നിശബ്ദമായ എതിർപ്പിനെ അവൻ വകവച്ചില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവൻ ശ്രീരാമപുരത്തു തിരിച്ചെത്തിയപ്പോൾ അവനിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അസുഖകരമായ രീതിയിൽ വ്യക്തമായിരുന്നു. പ്രശാന്തി തിളങ്ങുന്ന മുഖമുള്ള രാജകീയ പ്രൗഢിയുണ്ടായിരുന്ന കുമാരനു പകരം അടുത്തയിടയ്ക്ക് ധാരാളം ദുശ്ശീലങ്ങൾ സമ്പാദിച്ച, എടുത്തു പറയത്തക്കതായ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഗ്രാമീണനാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്നത്. ആ കുട്ടി ഇനി സന്യാസ ജീവിതത്തിന് അയോഗ്യനാണെന്ന വസ്തുത ഗുരുദേവൻ എന്നെ വിളിച്ച് ഹൃദയവേദനയോടെ ചർച്ച ചെയ്തു. മുകുന്ദ, കുമാറിനോട് നാളെ ആശ്രമം വിട്ടുപോകാൻ നിർദ്ദേശിക്കുക എന്നത് ഞാൻ നിനക്കു വിടുന്നു. എനിക്കത് വയ്യ. യുക്തേശ്വരന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ
അദ്ദേഹം വേഗത്തിൽ സ്വയം നിയന്ത്രിച്ചു. ആ കുട്ടി ഞാൻ പറഞ്ഞതു കേട്ട് ഇവിടെ നിന്ന് പോകാതിരുന്നെങ്കിൽ ഇത്ര നീചമായ പതനം അവന് ഉണ്ടാകുമായിരുന്നില്ല. അവൻ എന്റെ സംരക്ഷണം വേണ്ടെന്നു വച്ചു. ഹൃദയശൂന്യമായ ലോകം തന്നെയായിരിക്കും ഇനിയും അവന്റെ ഗുരു. കുമാറിന്റെ വേർപാട് എന്നിൽ ആഹ്ലാദമൊന്നും ജനിപ്പിച്ചില്ല. ഒരു ആചാര്യന്റെ സ്നേഹഭാജനമാകാൻ കഴിഞ്ഞ ഒരാൾക്ക് എത്ര എളുപ്പത്തിൽ ലൗകിക പ്രലോഭനങ്ങൾക്ക് വശംവദനാകാൻ കഴിഞ്ഞുവെന്ന് ഞാൻ ദുഃഖത്തോടെ അത്ഭുതപ്പെട്ടു. മദ്യത്തിലും ലൈംഗികതയിലുമുള്ള ആസക്തി സാധാരണ മനുഷ്യനിൽ വേരൂന്നിയിരിക്കുന്നു. അവ ആസ്വദിക്കുന്നതിന് സൂക്ഷ്മഗ്രാഹിയായ സംവേദന ശക്തി ആവശ്യമില്ല. ഇന്ദ്രിയങ്ങളുടെ ചതിയെ പാടലവർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ട് സുഗന്ധിയായ നിത്യഹരിതമായ അലറിച്ചെടിയോട് ഉപമിക്കാം. ആ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷമയമാണ്. 1000 ബാഹ്യദിശകളിൽ അന്ധമായി മനുഷ്യൻ തേടുന്ന ആനന്ദം കൊണ്ട് പ്രകാശിക്കുന്ന സൗഖ്യത്തിന്റെ ലോകം ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തീക്ഷ്ണ ബുദ്ധിക്ക് 2 വായ്ത്തലയുണ്ട്. കുമാറിന്റെ ഉജ്ജ്വലമായ കൂർമ്മബുദ്ധി പരാമർശിക്കുമ്പോൾ ഗുരുദേവൻ പറഞ്ഞു, സൃഷ്ടിപരമായോ വിനാശകരമായോ അത് ഉപയോഗിക്കാം. ഒരു കത്തി പോലെ അജ്ഞതയാകുന്ന പരു കീറുവാനും സ്വന്തം തലയറുക്കുവാനും. ആത്മീയ നിയമത്തിന്റെ അലംഘനീയത മനസ്സ് അംഗീകരിച്ചു കഴിഞ്ഞാലേ ബുദ്ധിവൈഭവത്തെ നേരായ വഴിക്ക് നയിക്കാനാവൂ. എന്റെ ഗുരുദേവൻ സ്ത്രീകളും പുരുഷന്മാരുമായ ശിഷ്യരെ സ്വന്തം കുട്ടികളായി കണക്കാക്കി അവരോട് സ്വതന്ത്രമായി ഇടപഴകിയിരുന്നു. അവരുടെ ആത്മീയ ഐക്യം മനസ്സിലാക്കി അദ്ദേഹം അവരോട് വിവേചനമോ പക്ഷപാതമോ കാട്ടിയില്ല. ഉറക്കത്തിൽ നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നറിയുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഒരു പുരുഷൻ സ്ത്രീ വേഷം കെട്ടുന്നത് കൊണ്ട് സ്ത്രീയാകാത്തതുപോലെ തന്നെ ആത്മാവ് പുരുഷനും സ്ത്രീയുമായി വ്യക്തീഭവിക്കുമ്പോൾ മാറ്റമില്ലാതെ ഇരിക്കുന്നു. ആത്മാവ് ഈശ്വരന്റെ അവ്യയമായ നിരുപാധികമായ പ്രതിച്ഛായയാണ്. ശ്രീ യുക്തേശ്വരൻ ഒരിക്കലും സ്ത്രീകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ പുരുഷന്റെ അധപതനത്തിനു കാരണം എന്ന് അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. സ്ത്രീകൾക്കും പുരുഷന്മാരിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു പുരാതന യതീന്ദ്രൻ സ്ത്രീകളെ നരകത്തിലേക്കുള്ള വാതിൽ എന്നു വിളിച്ചത് എന്താണെന്ന് ഞാൻ ഒരിക്കൽ ഗുരുദേവനോട് ചോദിച്ചു. ചെറുപ്പത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ മനസമാധാനം കെടുത്തിക്കാണും. എന്റെ ഗുരു പരിഹാസമായി പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം സ്ത്രീയെ അല്ല, തന്റെ ആത്മസംയമനത്തിന്റെ ഏതെങ്കിലും പോരായ്മയെ തള്ളിപ്പറഞ്ഞേനെ. ആശ്രമത്തിൽ ഒരു സന്ദർശകൻ എന്തെങ്കിലും അശ്ലീല ചുവയുള്ള ഒരു കഥ പറയാൻ ഒരുമ്പെട്ടാൽ ഗുരുദേവൻ പ്രതികരണമില്ലാത്ത നിശബ്ദത പാലിക്കും. സുന്ദരമായ ഒരു മുഖത്തിന്റെ പ്രകോപിപ്പിക്കുന്ന ചാട്ടവാറു കൊണ്ടുള്ള പ്രഹരം ഏറ്റുവാങ്ങാൻ നിങ്ങൾ സ്വയം അനുവദിക്കരുത്, അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു. ഇന്ദ്രിയങ്ങളുടെ അടിമകൾക്ക് ലോകത്തെ എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? പ്രാകൃതമായ ചെടിക്കുണ്ടിൽ അവർ ഇഴഞ്ഞു നടക്കുമ്പോൾ ലോകത്തിന്റെ സൂക്ഷ്മമായ രുചിയും മരണവും മറ്റും അവർ അറിയാതെ പോകുന്നു. അദമ്യമായ കാമങ്ങൾക്ക് വിധേയനായ മനുഷ്യന് എല്ലാ സൂക്ഷ്മ വിവേചന ശക്തികളും നഷ്ടപ്പെടുന്നു. മായാപ്രേരിതമായ ലൈംഗികതയുടെ മിഥ്യകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശിഷ്യർക്ക് ശ്രീ യുക്തേശ്വരനിൽ നിന്ന് ക്ഷമയോടും ധാരണയോടും കൂടിയ ഉപദേശം ലഭിച്ചു. വിശപ്പിന്, അത്യാർത്തിക്കല്ല. ന്യായമായ ഒരു ഉദ്ദേശം സാധിക്കാനുള്ളതുപോലെ തന്നെ ലൈംഗികതയുടെ ജന്മവാസന മനുഷ്യനിൽ പ്രകൃതി നട്ടിരിക്കുന്നത് വംശവർധനയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ തൃപ്തിപ്പെടുത്താനാവാത്ത കാമവാസനകൾ ഉദ്ദീപിപ്പിക്കുന്നതിനല്ല, അദ്ദേഹം പറഞ്ഞു. തെറ്റായ ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ നശിപ്പിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം അതിന്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞാലും ആഗ്രഹങ്ങൾ നിങ്ങളോട് കൂടി തന്നെ നിൽക്കും. ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ ആവില്ലെങ്കിലും മനസ്സ് സദാ ചെറുത്തു നിൽക്കണം. പ്രലോഭനം ക്രൂരമായ ശക്തിയോടെ നിങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ വസ്തുനിഷ്ഠമായ വിശകലനം കൊണ്ടും അദമ്യമായ ഇച്ഛാശക്തി കൊണ്ടും അതിനെ അതിജീവിക്കുക. പ്രകൃതിജന്യമായ ഓരോ വികാരത്തെയും കീഴടക്കാൻ കഴിയും. നിങ്ങളുടെ വീര്യം സംരക്ഷിക്കൂ. ഇന്ദ്രിയങ്ങളാകുന്ന പോഷക നദികളെയെല്ലാം ശാന്തമായി തന്നിൽ ലയിപ്പിക്കുന്ന വിശാല സാഗരം പോലെ ആയിത്തീരുക. നിത്യേന പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഇന്ദ്രിയ വാഞ്ചകൾ നിങ്ങളുടെ ആത്മശാന്തി കെടുത്തുന്നു. ഭൗതികതയുടെ മരുഭൂമിയിൽ
ജീവജലം വാർന്നൊഴുകി പാഴായി പോകാൻ അനുവദിക്കുന്ന ജലസംഭരണിയിലെ ദ്വാരങ്ങൾ പോലെയാണവ. തെറ്റായ ആഗ്രഹത്തിന്റെ ശക്തവും ഏതു പ്രവൃത്തിയിലേക്കും എടുത്തുചാടാൻ ഇടയാക്കുന്നതുമായ പൊടുന്നനെയുള്ള ചോദനയാണ് മനുഷ്യന്റെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ശത്രു. ആത്മസംയമനത്തിന്റെ ഒരു സിംഹമായി ലോകത്തിൽ സ്വതന്ത്രമായി വിഹരിക്കുക. ഇന്ദ്രിയ ദൗർബല്യത്തിന്റെ മണ്ടൂകങ്ങൾ നിങ്ങളെ വലയ്ക്കാൻ അനുവദിക്കരുത്. ഒരു യഥാർത്ഥ സാധകൻ നൈസർഗിക വാസനകളുടെ വിശദമാക്കുന്ന എല്ലാ പ്രേരണകളിൽ നിന്നും ആത്യന്തികമായി മോചിതനാകുന്നു. മനുഷ്യ സ്നേഹത്തിനു വേണ്ടിയുള്ള അവന്റെ ദാഹത്തെ അയാൾ ഈശ്വരനു മാത്രം വേണ്ടിയുള്ള അഭിവാഞ്ച സർവപ്രപഞ്ച സാന്നിധ്യം കൊണ്ട് ഏകമായ ഒരു പ്രേമം ആയി മാറ്റുന്നു. ഞാൻ ഗുരുദേവനെ ആദ്യമായി സന്ദർശിച്ച വാരാണസിയിലെ റാണാമഹൽ ജില്ലയിലാണ് ശ്രീ യുക്തേശ്വരന്റെ അമ്മ താമസിച്ചിരുന്നത്. ഉദാരമതിയും സ്നേഹമതിയുമായിരുന്നുവെങ്കിലും സ്വന്തമായ വളരെ ഉറച്ച അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അമ്മയും മകനും സംസാരിക്കുന്നത് അവരുടെ ബാൽക്കണിയിൽ നിന്ന് ഒരിക്കൽ ഞാൻ ശ്രദ്ധിച്ചു. ശാന്തവും വിവേകപൂർവവുമായ തന്റെ ശൈലിയിൽ ഗുരുദേവൻ എന്തോ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ലെന്നു തോന്നുന്നു. കാരണം അവർ ശക്തമായി നിഷേധാർത്ഥത്തിൽ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അല്ല അല്ല മകനെ, നീ നിന്റെ പാടു നോക്ക്. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഞാൻ നിന്റെ ശിക്ഷയൊന്നുമല്ല. ശ്രീ യുക്തേശ്വരൻ പിന്നെ ഒന്നും പറയാതെ ശാസിക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെ പിന്തിരിഞ്ഞു. അമ്മയുടെ അകാരണമായ ഭാവപകർച്ചയിലും അദ്ദേഹത്തിന് അമ്മയോടുണ്ടായിരുന്ന വലിയ ബഹുമാനം എന്നെ വല്ലാതെ സ്പർശിച്ചു. അവർ അദ്ദേഹത്തെ ഒരു ഋഷീന്ദ്രനായല്ല, തന്റെ സ്വന്തം കുഞ്ഞായിട്ടാണ് കണ്ടത്. വെറും നിസ്സാരമായ ആ സംഭവത്തിന് ഒരു വശ്യതയുണ്ടായിരുന്നു. ഗുരുദേവന്റെ ആന്തരികമായ എളിമയും ബാഹ്യമായ വിട്ടുവീഴ്ചയില്ലായ്മയും ചേർന്ന അസാധാരണമായ സ്വഭാവവിശേഷത്തിലേക്ക് ഈ സംഭവം വെളിച്ചം വീശി. ഒരു സ്വാമി തന്റെ ലൗകിക ബന്ധങ്ങൾ ഔപചാരികമായി വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ നിലനിർത്താൻ സന്യാസാശ്രമ നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഒഴിച്ചുകൂടാനാവാത്ത കുടുംബ സംബന്ധമായ കർമാനുഷ്ഠാനങ്ങൾ അദ്ദേഹം ചെയ്യാൻ പാടില്ല. എന്നിട്ടും സന്യാസി പരമ്പരയുടെ പുനഃസംവിധായകനായ ശ്രീ ശങ്കരൻ ഈ വിലക്കുകൾ അവഗണിച്ചു. താൻ ഏറ്റവും സ്നേഹിച്ച അമ്മയുടെ മരണശേഷം തന്റെ ഉയർത്തിപ്പിടിച്ച കൈകളിൽ ആവിർഭവിപ്പിച്ച സ്വർഗീയ അഗ്നിയിൽ അദ്ദേഹം ആ ശവശരീരം ദഹിപ്പിച്ചു. ശ്രീ യുക്തേശ്വരനും അത്രത്തോളം നാടകീയമല്ലാത്ത രീതിയിൽ വിലക്കുകൾ അവഗണിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ കാലഗതി പ്രാപിച്ചപ്പോൾ അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയുടെ രീതിയിൽ കാശിയിൽ ഗംഗാതീരത്തു വെച്ച് ശവദാഹ ചടങ്ങുകൾ നടത്തി. ധാരാളം ബ്രാഹ്മണരെ ഊട്ടാനും ഇടപാട് ചെയ്തു. ശാസ്ത്രോക്തമായ തിരോധനങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് സങ്കുചിതമായ മമതാബന്ധങ്ങളെ അതിജീവിക്കാൻ സന്യാസിമാരെ സഹായിക്കുകയെന്നതായിരുന്നു. വ്യക്തിനിരപേക്ഷമായ പരമാത്മാവിൽ തങ്ങളുടെ ആത്മാവിനെ നിശേഷം വിലയിപ്പിച്ചു കഴിഞ്ഞ ശ്രീ ശങ്കരനും ശ്രീ യുക്തേശ്വരനും പെരുമാറ്റച്ചട്ടങ്ങളുടെ സംരക്ഷണം ആവശ്യമായിരുന്നില്ല. ചിലപ്പോൾ ഒരു ആചാര്യൻ ഒരു അനുശാസനത്തിന്റെ തത്വമാണ് അതിന്റെ ബാഹ്യമായ ആചരണത്തെക്കാൾ ഏറെ പ്രധാനമെന്നും അത് അതിന്റെ ബാഹ്യാനുഷ്ഠാന രൂപത്തിൽ നിന്നും മുക്തമാണെന്നും കാട്ടാനായി ശാസ്ത്രവിധിയുടെ കീഴ്വഴക്കത്തെ മനഃപൂർവ്വം അവഗണിച്ചുവെന്ന് വരാം. അങ്ങനെയാണ് വിശ്രമത്തിന്റെ ദിവസം യേശു കതിര് ഇറുത്തത്. സ്വാഭാവികമായി തന്നെ തനിക്കെതിരെ തിരിഞ്ഞ വിമർശകരോട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ശബ്ബത്തു നിമിത്തമല്ല, ശബ്ബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒഴികെ അധികമൊന്നും ശ്രീ യുക്തേശ്വരൻ വായിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും അറിവിന്റെ മുന്നേറ്റങ്ങളും അദ്ദേഹത്തിന് തീർച്ചയായും പരിചിതമായിരുന്നു. സംഭാഷണ ചതുരനായിരുന്ന അദ്ദേഹം എണ്ണമറ്റ വിഷയങ്ങളിൽ അതിഥികളുമായുള്ള ആശയവിനിമയം ആസ്വദിച്ചിരുന്നു. എന്റെ ഗുരുവിന്റെ നർമ്മോക്തിയും കുടഞ്ഞിട്ടുള്ള ചിരിയും ഓരോ ചർച്ചയും സജീവമാക്കി. മിക്കപ്പോഴും ഗൗരവം പൂണ്ടിരുന്ന അദ്ദേഹം ഒരിക്കലും മ്ലാനവദനായിരുന്നില്ല. ഈശ്വരനെ തേടുന്നതിന് മനുഷ്യർ അവരുടെ മുഖം വിരൂപമാക്കേണ്ടതില്ല. ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയും, ഈശ്വരനെ കണ്ടെത്തുക എന്ന് വച്ചാൽ എല്ലാ ശോകങ്ങളുടെയും ശവദാഹമെന്നാണ് അർത്ഥം എന്ന് ഓർമ്മിക്കുക. ആശ്രമത്തിലെത്തിയിരുന്ന തത്വചിന്തകർ
പ്രൊഫസർമാർ, അഭിഭാഷകർ, ശാസ്ത്രജ്ഞർ എന്നിവരിൽ ധാരാളം പേർ ഒരു യാഥാസ്ഥിതിക മതവിശ്വാസിയെ കാണാമെന്ന വിചാരത്തോടെയായിരിക്കും ആദ്യ സന്ദർശനം നടത്തുക. ഭക്തിയോടെ ഉരുവിടുന്ന ഏതാനും വിരസോക്തികൾ മാത്രമാണ് പുതുതായി എത്തിയവർ പ്രതീക്ഷിക്കുന്നതെന്ന് അവരുടെ അഹന്തയുടെ ഒരു മന്ദഹാസമോ സഹിച്ചു കളയാമെന്ന തമാശ മട്ടിലുള്ള ഒരു നോട്ടമോ വെളിവാക്കും. ശ്രീ യുക്തേശ്വരനുമായി സംസാരിക്കുകയും തങ്ങളുടെ പ്രത്യേക മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യവും വ്യക്തവുമായ ഉൾക്കാഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിയുമ്പോൾ സന്ദർശകർ വൈമനസ്യത്തോടെയായിരിക്കും വിടവാങ്ങുക. എന്റെ ഗുരുദേവൻ അതിഥികളോട് സൗമ്യമായും ഭവ്യമായുമാണ് സാധാരണ പെരുമാറുക. അദ്ദേഹം വശ്യമായ സൗഹൃദത്തോടെയാണ് സ്വാഗതം ആശംസിച്ചിരുന്നത്. എങ്കിലും രൂഢമൂലമായ അഹംഭാവമുള്ള ചിലർക്ക് ചിലപ്പോൾ ശക്തമായ ആഘാതങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗുരുദേവനിൽ അവർ നേരിട്ടത് ഒന്നുകിൽ തണുപ്പൻ ഉദാസീനത, അല്ലെങ്കിൽ കടുത്ത എതിർപ്പ്, മഞ്ഞുകട്ടയോ കാരിരുമ്പോ. ഒരു പ്രസിദ്ധ രസതന്ത്രജ്ഞൻ ഒരിക്കൽ ശ്രീ യുക്തേശ്വരനുമായി ഇടഞ്ഞു. സന്ദർശകൻ ഈശ്വരന്റെ അസ്തിത്വം അംഗീകരിക്കുകയില്ല, കാരണം അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഒന്നും ശാസ്ത്രം വികസിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് ട്യൂബിൽ ഈശ്വരനെ വേർതിരിച്ചെടുക്കുന്നതിൽ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഗുരുദേവന്റെ നോട്ടം കർക്കശമായിരുന്നു. ഞാനൊരു പുതിയ പരീക്ഷണം ശുപാർശ ചെയ്യുന്നു. ഒരു 24 മണിക്കൂർ നേരം നിങ്ങളുടെ ചിന്തകളെ ഇടതടവില്ലാതെ പരിശോധിക്കൂ. അപ്പോൾ ഈശ്വരന്റെ അസാന്നിധ്യം ഓർത്ത് നിങ്ങൾക്ക് ആശ്ചര്യപ്പെടേണ്ടി വരില്ല. ഒരു വിഖ്യാതനായ പണ്ഡിതനും അത്തരത്തിലുള്ള ഒരു ആഘാതം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശന വേളയിലായിരുന്നു അത്. മഹാഭാരതം, ഉപനിഷത്തുക്കൾ, ശാങ്കരഭാഷ്യങ്ങൾ എന്നിവയിലെ ഭാഗങ്ങൾ ആഗതൻ ഉദ്ധരിച്ചത് കെട്ടിടത്തിന്റെ കഴുക്കോലുകളെ പോലും പ്രകമ്പനം കൊള്ളിച്ചു. നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഇതുവരെ നിശബ്ദതയാണ് വാണിരുന്നതെന്ന മട്ടിൽ ശ്രീ യുക്തേശ്വരന്റെ സ്വരം ആരായുന്ന തരത്തിലുള്ളതായിരുന്നു. പണ്ഡിതൻ കുഴങ്ങി. ഉദ്ധരണികൾ ഏറെ ഉണ്ടായിരുന്നു. ഗുരുദേവന്റെ വാക്കുകൾ കേട്ട് ഞാൻ ചിരിച്ചു മണ്ണുകപ്പി. സന്ദർശകരിൽ നിന്ന് ബഹുമാനപൂർവമായ ഒരു അകലത്തിൽ എന്റെ മൂലയിൽ നിലത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ പ്രത്യേകതകളിൽ നിന്ന് എന്തു മൗലികമായ ഭാഷ്യം നിങ്ങൾക്ക് നൽകാൻ കഴിയും? ഏതു വിശുദ്ധ ഗ്രന്ഥം പഠിച്ച് നിങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട്? ഈ സനാതന സത്യങ്ങൾ ഏതൊക്കെ രീതികളിലാണ് നിങ്ങളുടെ സ്വഭാവത്തെ ഉടച്ചു വാർത്തത്? മറ്റുള്ളവരുടെ വാക്കുകൾ പൊള്ളയായ ഒരു സ്വനഗ്രാഹി യന്ത്രം പോലെ യാന്ത്രികമായി ആവർത്തിക്കുന്നതിലാണോ നിങ്ങൾക്ക് സംതൃപ്തി? ഞാൻ തോറ്റു. പണ്ഡിതന്റെ നൈരാശ്യം പരിഹാസ്യമായിരുന്നു. എനിക്ക് ആന്തരിക സാക്ഷാത്കാരമില്ല. വാക്കുകൾ കുത്തും കോമയും ശരിയായി ഇടുന്നത് ആധ്യാത്മികമായ ഗാഠനിദ്രയ്ക്ക് പ്രായശ്ചിത്തമാവില്ലെന്ന് അദ്ദേഹം ഒരു പക്ഷെ ആദ്യമായി മനസ്സിലാക്കി. മാനുഷിക വികാരങ്ങളില്ലാത്ത ഈ വിദ്യാഭിമാനികൾക്ക് അമിതമായ രാത്രി വായനയുടെ ദുർഗന്ധമുണ്ട്. വിമലീകരിക്കപ്പെട്ട സന്ദർശകൻ പിരിഞ്ഞ ശേഷം എന്റെ ഗുരുദേവൻ പറഞ്ഞു, ഇക്കൂട്ടർ ദർശനശാസ്ത്രത്തെ ഒരു ലഘുവായ മസ്തിഷ്ക വ്യായാമമായി കരുതുന്നു. ബാഹ്യമായ പെരുമാറ്റത്തിന്റെ അശിക്ഷിതത്വത്തോടോ തീവ്രമായ ആന്തരിക ശിക്ഷണത്തോടോ മനഃപൂർവ്വം ബന്ധപ്പെടുത്താത്തതാണ് അവരുടെ ഉയർന്ന ചിന്തകൾ. വെറും ഏട്ടിലെ പാഠത്തിന്റെ വ്യർത്ഥത ഗുരുദേവൻ മറ്റവസരങ്ങളിൽ ഊന്നിപ്പറഞ്ഞു. അറിവിനെ ഏറെ വിശാലതരമായ ഒരു പദസമുച്ചയമായി തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു സമയം ഒരു ശ്ലോകം സാവധാനത്തിൽ സ്വാംശീകരിക്കുകയാണെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പ്രയോജനപ്പെടും. അല്ലാത്ത പക്ഷം തുടർച്ചയായ ബൗദ്ധികമായ പഠനം അഹംഭാവത്തിലും വൃഥാ സംതൃപ്തിയിലും അപരിപക്വമായ അറിവിലുമാണ് കലാശിക്കുക. വേദശാസ്ത്രാഭ്യാസത്തിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ ഒന്ന് ശ്രീ യുക്തേശ്വരൻ പറഞ്ഞു കേൾപ്പിച്ചു. കിഴക്കൻ ബംഗാളിലെ വനാന്തരത്തിലുള്ള തന്റെ ആശ്രമത്തിൽ ദബ്രൂവല്ലഭൻ എന്ന പ്രസിദ്ധ ആചാര്യൻ ശിക്ഷണം നൽകുന്നതാണ് അദ്ദേഹം നിരീക്ഷിച്ച രംഗം. ഒരേ സമയം ലളിതവും കഠിനവുമായ അദ്ദേഹത്തിന്റെ രീതി പുരാതന ഭാരതത്തിൽ സാധാരണമായിരുന്നു. ആരണ്യത്തിന്റെ ഏകാന്തതകളിൽ ദബ്രൂവല്ലഭൻ തന്റെ ശിഷ്യരെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അവരുടെ മുന്നിൽ വിശുദ്ധ ഭഗവത്ഗീത ആയിരുന്നു തുറന്നു വച്ചിരുന്നത്. അവർ ഒരു ശ്ലോകത്തിൽ അരമണിക്കൂർ നേരം ശ്രദ്ധയോടെ നോക്കി. എന്നിട്ട് കണ്ണുകൾ അടച്ചു. മറ്റൊരു അരമണിക്കൂർ കടന്നുപോയി. ഗുരു ഒരു ലഘുവായ വ്യാഖ്യാനം നൽകി.
നിശ്ചലരായി അവർ 1 മണിക്കൂർ ധ്യാനിച്ചു. ഒടുവിൽ ഗുരു സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ശ്ലോകം മനസ്സിലായോ? ആയി പ്രഭോ. കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ ധൈര്യപ്പെട്ടു. ഇല്ല, മുഴുവനുമായില്ല. ഭാരതത്തെ നൂറ്റാണ്ടുകളിലൂടെ പുനർനവീകരിക്കാൻ പര്യാപ്തമായ പ്രഭാവം ഈ വാക്കുകൾക്കു നൽകിയ ആത്മീയ ചൈതന്യത്തെ അന്വേഷിക്കൂ. മറ്റൊരു മണിക്കൂർ മൗനത്തിൽ കടന്നുപോയി. ശിഷ്യരെ പറഞ്ഞയച്ച ശേഷം ഗുരു ശ്രീ യുക്തേശ്വരനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഭഗവത്ഗീത അറിയാമോ? ഇല്ല പ്രഭു, ശരിക്കും അറിയില്ല. എന്റെ കണ്ണുകളും മനസ്സും അതിന്റെ താളുകളിലൂടെ അനവധി പ്രാവശ്യം കടന്നുപോയിട്ടുണ്ടെങ്കിലും 100 കണക്കിന് ആളുകൾ എന്നോട് മറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആ മഹാനായ ദിവ്യൻ ഗുരുദേവനെ നോക്കി ആശീർവാദത്തോടെ പുഞ്ചിരിച്ചു. വേദസംബന്ധമായ അറിവിന്റെ ബാഹ്യപ്രകടനത്തിൽ വ്യാപൃതനായാൽ അമൂല്യങ്ങളായ ആ തത്വങ്ങൾ തേടിയുള്ള നിശബ്ദമായ ആന്തരിക അന്വേഷണത്തിന് എത്ര സമയം ബാക്കിയുണ്ടാവും? തന്റെ വിദ്യാർത്ഥികളുടെ ശിക്ഷണം ഏകാഗ്രതയുടെ അതേ തീവ്രമായ മാർഗത്തിലൂടെയാണ് ശ്രീ യുക്തേശ്വരൻ നിർവഹിച്ചത്. അറിവ് കണ്ണുകളിലൂടെയല്ല ഉൾക്കൊള്ളുന്നത്, അണുക്കളിലൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു സത്യത്തിന്റെ ഉത്തമ ബോധ്യം നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ ജീവസത്തയിലായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥവ്യാപ്തി ശങ്കയോടെയെങ്കിലും പറഞ്ഞു വയ്ക്കാൻ കഴിയും. പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് ആത്മസാക്ഷാത്കാരത്തിന് ആവശ്യമായ ഒരു ചവിട്ടുപടിയാണെന്നു കരുതാൻ ഏതെങ്കിലും വിദ്യാർത്ഥിക്കുണ്ടായേക്കാവുന്ന പ്രവണത അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. പണ്ഡിതന്മാർ തലമുറകളായി വ്യാഖ്യാനിക്കുന്നതിൽ തിരക്കിട്ടു വ്യാപൃതരായിരിക്കുന്ന ഗഹനമായ തത്വങ്ങളെ ഋഷീശ്വരന്മാർ ഒരു വാചകത്തിൽ എഴുതി. അദ്ദേഹം പറഞ്ഞു, അവസാനമില്ലാത്ത സാഹിത്യ വിവാദം മൂഢബുദ്ധികൾക്കുള്ളതാണ്. ഈശ്വരൻ ഉണ്ട്, അല്ല, ഈശ്വരൻ എന്നതിനേക്കാൾ ക്ഷിപ്രവിമോചകമായ മറ്റെന്തു ചിന്തയുണ്ട്? എന്നാൽ മനുഷ്യൻ എളുപ്പം ലാളിത്യത്തിലേക്കു മടങ്ങുന്നില്ല. ഒരു ബുദ്ധിജീവിക്ക് ഒരിക്കലും ഈശ്വരനിലല്ല പ്രിയം, പാണ്ഡിത്യഘോഷണത്തിന്റെ പകിട്ടിലാണ്. അത്തരം അറിവ് ഗ്രഹിക്കാൻ പ്രാപ്തനാണ് എന്നതിൽ അവന്റെ അഹംഭാവം തൃപ്തിയടയുന്നു. സ്വത്തോ ഈ ലോകത്തെ സ്ഥാനമാനങ്ങളെ കൊണ്ട് അഹങ്കരിച്ചിരുന്നവർ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ അവരുടെ മറ്റു സമ്പാദ്യങ്ങളോടൊപ്പം വിനയവും കൂട്ടിച്ചേർക്കാനായിരുന്നു സാധ്യത. പുരിയിലെ സമുദ്രതീര ആശ്രമത്തിൽ വെച്ച് ഒരിക്കൽ സ്ഥലത്തെ മജിസ്ട്രേറ്റ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി. നിഷ്ഠൂരൻ എന്നു പേരുകേട്ട അയാൾക്ക് വേണമെങ്കിൽ ആശ്രമം ഞങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചെടുത്തു കളയാനുള്ള അധികാരമുണ്ടായിരുന്നു. ഇത് ഞാൻ ഗുരുദേവനോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത ഭാവത്തിൽ ഇരുന്നതല്ലാതെ സന്ദർശകനെ സ്വീകരിക്കാൻ എഴുന്നേൽക്കുകയുണ്ടായില്ല. ഒരൽപ്പം അധൈര്യത്തോടെ ഞാൻ കതകിനടുത്ത് നിലനിന്നിരുന്നു. ശ്രീ യുക്തേശ്വരൻ മജിസ്ട്രേറ്റിനു വേണ്ടി ഒരു കസേര കൊണ്ടുവരാൻ പറയാൻ കൂട്ടാക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തടിപ്പെട്ടി കൊണ്ട് തൃപ്തനാകേണ്ടി വന്നു. തന്റെ പ്രാധാന്യം ആദരപൂർവ്വം അംഗീകരിക്കപ്പെടുമെന്ന സ്പഷ്ടമായ പ്രതീക്ഷ നിറവേറിയില്ല. വേദാന്ത ജ്ഞാനപരമായ ഒരു ചർച്ച ആരംഭിച്ചു. അതിഥി വേദഗ്രന്ഥങ്ങളെപ്പറ്റി തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ തപ്പിത്തടഞ്ഞു. പറയുന്നതിലെ സൂക്ഷ്മത കുറയും തോറും അദ്ദേഹത്തിന്റെ ദേഷ്യം ഏറി വന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ MA പരീക്ഷയിൽ ഒന്നാമനായാണ് ജയിച്ചതെന്ന്? വെളിവ് നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞു. മിസ്റ്റർ മജിസ്ട്രേറ്റ്, ഇത് നിങ്ങളുടെ കോടതി മുറിയല്ലെന്ന് നിങ്ങൾ മറക്കുന്നു. ഗുരുദേവൻ സമനില കൈവിടാതെ പറഞ്ഞു. നിങ്ങളുടെ ബാലിശമായ പരാമർശങ്ങളിൽ നിന്ന് നിങ്ങളുടെ കലാലയ ജീവിതം ശ്രദ്ധേയമല്ലായിരുന്നുവെന്ന് അനുമാനിക്കാം. സർവകലാശാല ബിരുദം എന്തായാലും വേദസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ടതല്ല. അധ്യയന വർഷാവസാനത്തിൽ കണക്കപ്പിള്ളമാരെ പോലെ ദിവ്യപുരുഷന്മാരെ കൂട്ടം കൂട്ടമായി പടച്ചു വിടുന്നില്ല. ഒരു ഞെട്ടലുളവാക്കിയ നിശബ്ദതയ്ക്കു ശേഷം സന്ദർശകൻ ഹൃദയം തുറന്നു ചിരിച്ചു. ഒരു സ്വർഗീയ മജിസ്ട്രേറ്റുമായി എന്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത്, അദ്ദേഹം പറഞ്ഞു. പിന്നീട് തന്റെ ജീവസത്തയുടെ അവിഭാജ്യ ഘടകമായ നിയമത്തിന്റെ ഔപചാരിക ഭാഷയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ശിഷ്യനായി തന്നെ സ്വീകരിക്കുന്നതിന് ഔപചാരികമായ ഒരപേക്ഷ അദ്ദേഹം സമർപ്പിച്ചു. പല അവസരങ്ങളിലും ലാഹിരി മഹാശയനെ പോലെ ശ്രീ യുക്തേശ്വരനും സന്യസിക്കാൻ ആഗ്രഹിച്ചിരുന്ന പക്വത ഇല്ലാത്ത വിദ്യാർത്ഥികളെ നിരുത്സാഹപ്പെടുത്തി. ഈശ്വര സാക്ഷാത്കാരമില്ലാതെ കാഷായ വസ്ത്രം ധരിക്കുകയെന്നത് ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കും. 2 ഗുരുദേവന്മാരും പറഞ്ഞു. ദുരഭിമാനം ജനിപ്പിച്ച് നിങ്ങൾക്ക് ഹാനി വരുത്തിയേക്കാവുന്ന സന്യാസത്തിന്റെ ബാഹ്യചിഹ്നങ്ങൾ മറക്കൂ.
നിങ്ങളുടെ ക്രമവും ദൈനംദിനവുമായ ആത്മീയ പുരോഗതിയല്ലാതെ മറ്റൊന്നും കാര്യമല്ല. അതിനുവേണ്ടി ക്രിയായോഗം പരിശീലിക്കൂ. ഒരു മനുഷ്യന്റെ യോഗ്യത അളക്കുന്നതിൽ ലോകത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാധാരണ മാനദണ്ഡത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മാറ്റമില്ലാത്ത ഒരു അളവുകോൽ ഒരു പുണ്യാത്മാവ് ഉപയോഗിക്കുന്നു. സ്വന്തം ദൃഷ്ടിയിൽ തന്നെ ബഹുവർണമായ മനുഷ്യരാശിയെ രണ്ടായി മാത്രം വിഭജിക്കത്തക്കതായി ഒരു ആചാര്യൻ കാണുന്നു. ഈശ്വരനെ തേടുന്നവരല്ലാത്ത അജ്ഞാനികളും ഈശ്വരനെ തേടുന്ന ജ്ഞാനികളും. തന്റെ വസ്തുവകകളുടെ നടത്തിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്റെ ഗുരുദേവൻ വ്യക്തിപരമായി ശ്രദ്ധിച്ചു. നെറികെട്ട മനുഷ്യർ പലപ്പോഴും അദ്ദേഹത്തിന്റെ പൈതൃക സ്വത്തുക്കൾ കൈയേറാൻ ശ്രമിച്ചു. ദൃഢനിശ്ചയം കൊണ്ടും കോടതിയിൽ വ്യവഹാരം നടത്തിപ്പോലും ഓരോ എതിരാളിയെയും ശ്രീ യുക്തേശ്വരൻ കടത്തിവെട്ടി. താൻ ഒരിക്കലും ഒരു ഭിക്ഷ വാങ്ങുന്ന ഗുരുവോ ശിഷ്യന്മാർക്ക് ഭാരമോ ആകരുതെന്ന ആഗ്രഹം കൊണ്ടാണ് വേദനാജനകമായ ഈ അനുഭവങ്ങൾക്കെല്ലാം അദ്ദേഹം വിധേയനായത്. അമ്പരപ്പിക്കുന്ന രീതിയിൽ തുറന്നു സംസാരിക്കുന്ന ഗുരുദേവന് നയതന്ത്രങ്ങളും സൂത്രങ്ങളും അറിഞ്ഞുകൂടാതിരുന്നതിന് ഒരു കാരണം അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യമായിരുന്നു. തങ്ങളുടെ അനുയായികളെ പുകഴ്ത്തേണ്ടി വരുന്ന ഗുരുക്കന്മാരിൽ നിന്നു വ്യത്യസ്തമായി എന്റെ ഗുരുദേവൻ മറ്റുള്ളവരുടെ സ്വത്തിന്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സ്വാധീനത്തിന് അതീതനായിരുന്നു. ഏതെങ്കിലും കാര്യത്തിനായി അദ്ദേഹം പണം ചോദിക്കുകയോ ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുക പോലുമോ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആശ്രമശിക്ഷണം എല്ലാവർക്കും സൗജന്യമായി നൽകപ്പെട്ടു. കോടതിയിൽ ഹാജരാകുന്നതിനുള്ള ഉത്തരവുമായി ഒരിക്കൽ ഒരു ഉദ്യോഗസ്ഥൻ ശ്രീരാമപുരം ആശ്രമത്തിലെത്തി. കനായ് എന്ന പേരുള്ള ഒരു ശിഷ്യനും ഞാനും കൂടി അയാളെ ഗുരുദേവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഗുരുദേവനോട് അയാളുടെ പെരുമാറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. നിങ്ങളുടെ ആശ്രമത്തിന്റെ നിഴൽ വിട്ട് ഒരു കോടതിയുടെ സത്യസന്ധമായ വായു ശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, അവജ്ഞയോടെ അയാൾ പറഞ്ഞു. എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ മര്യാദ കെട്ട ഒരു വാക്കു പറഞ്ഞാൽ നിങ്ങളെ നിലംപരിശാക്കും. ഒരു കയ്യേറ്റത്തിനു മുതിർന്ന് ഞാൻ മുന്നോട്ട് ആഞ്ഞു. കനായും അയാളുടെ നേരെ ആക്രോശിക്കുകയായിരുന്നു. എടാ നീച, ഈശ്വര നിന്ദയുടെ വാക്കുകൾ ഈ പവിത്രമായ ആശ്രമത്തിനകത്തു കടന്നു പറയാൻ നീ എങ്ങനെ ധൈര്യപ്പെടുന്നു? പക്ഷേ തന്നെ അസഭ്യം പറഞ്ഞ അയാളെ സംരക്ഷിക്കാൻ വണ്ണം ഗുരുദേവൻ മുമ്പിൽ കടന്നു നിന്നു. കാര്യം ഒന്നുമില്ലാതെ ബഹളം കൂട്ടാതെ അയാൾ അയാളുടെ കർത്തവ്യം പാലിക്കുക മാത്രമാണ്. വ്യത്യസ്തമായ സമീപനങ്ങളാൽ കുഴങ്ങിയ ഉദ്യോഗസ്ഥൻ ബഹുമാനപൂർവം ക്ഷമാപണം ചെയ്തുകൊണ്ട് സ്ഥലം വിട്ടു. അത്ര തീക്ഷ്ണമായ ഇച്ഛാശക്തിയുള്ള ഒരു ആചാര്യന് ഉള്ളിൽ ഇത്ര ശാന്തനാകാൻ കഴിയുന്നത് വിസ്മയകരമായിരുന്നു. ഈശ്വരത്വമാർന്ന മനുഷ്യന്റെ വേദപ്രോക്തമായ നിർവചനം അദ്ദേഹത്തിന് അനുയോജ്യമായിരുന്നു. കാരുണ്യത്തിൽ പുഷ്പത്തേക്കാൾ മൃദു, വിശ്വാസ പ്രമാണങ്ങളുടെ സംരക്ഷണത്തിൽ മേഘഗർജനത്തേക്കാൾ ശക്തം. ബ്രൗണിങ്ങിന്റെ വാക്കുകളിൽ സ്വയം ഇരുട്ടിന്റെ സന്തതികളാകയാൽ വെളിച്ചത്തെ നേരിടാൻ കഴിയാത്തവർ ഈ ലോകത്ത് എപ്പോഴുമുണ്ട്. എന്തെങ്കിലും സാങ്കല്പിക പരാതിയുടെ കടുത്ത ജ്വരം പിടിച്ച് വല്ലപ്പോഴും അന്യരാരെങ്കിലും ശ്രീ യുക്തേശ്വരനെ ശകാരിച്ചേക്കാം. എന്റെ അക്ഷോഭ്യനായ ഗുരുദേവൻ കുറ്റാരോപണത്തിൽ സത്യത്തിന്റെ തരിമ്പെങ്കിലും ഉണ്ടോ എന്ന് സ്വയം വിശകലനം ചെയ്തുകൊണ്ട് മര്യാദയോടെ അത് ശ്രദ്ധിക്കും. ഈ രംഗങ്ങൾ ഗുരുദേവന്റെ അതുല്യമായ നിരീക്ഷണങ്ങളിലൊന്ന് എന്റെ മനസ്സിൽ കൊണ്ടുവന്നു. ചില ആളുകൾ മറ്റുള്ളവരുടെ തല വെട്ടിക്കളഞ്ഞുകൊണ്ട് സ്വന്തം പൊക്കം കൂട്ടാൻ ശ്രമിക്കുന്നു. ഒരു പുണ്യപുരുഷന്റെ തകരാത്ത അക്ഷോഭ്യത ഏതൊരു പ്രസംഗത്തെക്കാളും മനസ്സിൽ പതിയുന്നു. പെട്ടെന്ന് ദേഷ്യം വരാത്തയാൾ അതിശക്തനേക്കാൾ ശ്രേഷ്ഠനാണ്. നഗരം കീഴടക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് സ്വന്തം ആത്മാവിനെ അടക്കി ഭരിക്കുന്നവൻ. കീർത്തിയിലോ ലൗകിക നേട്ടങ്ങളിലോ മനസ്സു കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ രാജപ്രൗഢിയുള്ള എന്റെ ഗുരുദേവന് ഒരു സമ്രാട്ടോ ലോകത്തെ കിടിലം കൊള്ളിക്കുന്ന യുദ്ധവീരനോ നിഷ്പ്രയാസം ആകാമായിരുന്നുവെന്ന് ഞാൻ കൂടെ കൂടെ വിചാരിക്കുമായിരുന്നു. അതിനു പകരം അദ്ദേഹം തെരഞ്ഞെടുത്തത് മനുഷ്യ മനസ്സിന്റെ ഉള്ളിലുള്ള കോപത്തിന്റെയും അഹന്തയുടെയും കോട്ടക്കൊത്തളങ്ങൾ ആക്രമിച്ചു കീഴടക്കാനാണ്. അവയുടെ പതനമാണ് മനുഷ്യന്റെ ഉന്നതി.